എങ്ങനെയാണ് പുഷ്പേട്ടൻ്റെ ഓർമ്മകൾ? അതാണ് എനിക്ക് തോന്നുന്നു വിജയന് ബാലസംഘകാലം മുതൽ തന്നെ SFI കാലത്തൊക്കെ വലിയ വ്യക്തിപരമായ ബന്ധമുള്ള നമ്മളെ അടുത്ത സുഹൃത്തു കൂടിയാണ് പുഷ്പേട്ടൻ. തീർച്ചയായും ഞാൻ ബാലസംഘത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റായ കാലം മുതലുള്ള ഒരു ബന്ധം പുഷ്പേട്ടനുമായിട്ടുണ്ട്. പുഷ്പേട്ടനെ വീട്ടിൽ പോയി കാണുകയും ഏറ്റവും അവസാനം MLA ആയതിനു ശേഷം നിരന്തരമായി വീട്ടിൽ പോവുകയും പുഷ്പേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം പുഷ്പേട്ടൻ പലപ്പോഴും നമുക്ക് വലിയ ആവേശം പകർന്നിരുന്ന ഒരാളാണ്. ഒരിക്കൽ എൻ്റെ തന്നെ ഒരു അനുഭവത്തിൽ കോഴിക്കോടുള്ള കുറച്ച് വിദ്യാർത്ഥികൾ ഒരു മാഗസിൻ്റെ അഭിമുഖത്തിന് വേണ്ടി പുഷ്പേട്ടൻ്റെ അടുത്ത് പോകാൻ എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാൻ അവരെ പുഷ്പേട്ടൻ്റെ അടുത്തേക്ക് അയക്കുകയുണ്ടായി. അപ്പോൾ പുഷ്പേട്ടനോട് ഒരുപാട് അഭിമുഖം നടത്തിയതിന് ശേഷം കുട്ടികളെ പറഞ്ഞു, പുഷ്പേട്ടൻ കുറച്ച് ഭാഗങ്ങൾ കൂടി നമ്മൾ എഴുതി ചേർക്കും. അപ്പോൾ പുഷ്പേട്ടൻ പറഞ്ഞു, എന്തും എഴുതി ചേർക്കാം, പക്ഷേ എൻ്റെ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള ഒരു വരി പോലും നിങ്ങൾ എവിടെയും മിണ്ടാൻ പോലും പാടില്ല, അങ്ങനെ നിങ്ങളൊരിക്കലും ഒരു സഖാക്കന്മാരായി പ്രവർത്തിക്കാൻ പാടില്ല എന്ന ഒരു ഉപദേശം അവർക്ക് കൊടുത്തൊരു പുഷ്പമുണ്ട്. കാരണം അത് തന്നെയാണ് നമുക്കെല്ലാം പുഷ്പേട്ടൻ പകർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിത യാത്രയിൽ ഒരു പക്ഷേ 94-ന് ശേഷം അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള വേദനയുണ്ട്. മരുന്നിനോടും അസുഖത്തോടുള്ള വേദനയെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ഊർജം പകർന്ന ഒരു കരുത്തനായ ഒരു പോരാളി കൂടിയാണ് പുഷ്പേട്ടൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം വന്നത് തീർച്ചയായും വളരെ വേദന പകരുന്ന ഒന്നാണ്. ഒരുപാട് ഉപദേശങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപക്ഷെ നമ്മൾ അറിയുന്നതിനേക്കാൾ ആ കിടപ്പിൽ അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയങ്ങൾ അറിയുകയും നമുക്കെല്ലാം പങ്കുവെക്കുകയും നമ്മളോടെല്ലാം പറഞ്ഞു തരികയും ചെയ്ത ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയായിരുന്നു പുഷ്പേട്ടൻ.